നമസ്തേ. നമ്മൾ 2 ചാപ്റ്റർ നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ട്. ടി വി എന്നുള്ള ചാപ്റ്ററും പുൽബനീതി മാം എന്ന ചാപ്റ്ററും. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഒരു കഥയാണ്. പക്ഷി ഔർ ദീമക്. ചിതലും പക്ഷിയും. പക്ഷി ഔർ ദീമക്, ചിതലും പക്ഷിയും. മുക്തി ബോധ്ജിയുടെയാണ് ഈ പാഠഭാഗം. ഓക്കെ. ഏക് ധാ पक्षी वह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी थे. एक दा പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. വ നീലേ ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായി പർ. ആ പക്ഷി നീലാകാശത്ത് വളരെ ഉയരത്തിൽ ഉടുത്ത ജാരഹാദ, പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ള ചില പക്ഷികൾ. അത് പരുന്ത്, ഉയരത്തിൽ പറക്കുന്ന പക്ഷികളെ കണ്ടില്ലേ, പരുന്തൊക്കെ. അപ്പോൾ അതിനെപ്പോലെ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷിയായിരുന്നു. ഉസ്കെ സാത്ത് ഉസ്കെ പിതാ और മിത്ര भी थे. ആ പക്ഷിയോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? അതിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു, അതിൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷികൾ കൂട്ടം കൂട്ടമായിട്ടാണ് പറക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത്? കൂട്ടം കൂട്ടമായിട്ടാണ് പറക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞിരുന്ന ഒരു പക്ഷിയും അതിൻ്റെ അച്ഛനും മറ്റു സുഹൃത്തുക്കളും എല്ലാം കൂടി ഇങ്ങനെ ആകാശത്തിലൂടെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. സബ് ബഹോത് ഊഞ്ചായി പർ ഉഡ്നെ വാലേ പക്ഷി ദേ. സബ് എല്ലാവരും, ബഹോത് ഊഞ്ചായി പർ ഉഡ്നെ വാലേ പക്ഷി ദേ വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹേംബി ബഡി തേസ് ദി. അവയുടെ നോട്ടവും, നിഗാഹ് എന്ന് പറഞ്ഞാൽ നോട്ടമാണ്. അപ്പോൾ മേലെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ കാണാൻ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ വളരെ ആകാശത്ത് ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ പെട്ടെന്ന് അങ്ങോട്ട് താന്നു വന്നിട്ട് ആ പക്ഷിയും കൊണ്ട്, ആ ചെറിയ കോഴിക്കുഞ്ഞിനെയും കൊണ്ട് പറക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ അത്രയും ദൂരെ നിന്ന് പോലും അവർക്ക് താഴേക്ക് കാണുന്നതിനുള്ള കാഴ്ചശക്തി ഉണ്ടെന്നർത്ഥം. അതുപോലെ ഉൻകി നിഗാഹേംബി, ഈ പക്ഷി കുഞ്ഞുങ്ങളുടെ നോട്ടവും ബഡി തേസ് ദി വളരെ തീക്ഷ്ണതയുള്ളതായിരുന്നു, വളരെ മൂർച്ചയേറിയ, ഷാർപ്പായിരുന്നു. തേസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്. ഉനേം ദൂർ ദൂർ കി ഭനക്ക്, ഈ പക്ഷികൾക്ക് ദൂരെ നിന്നുള്ള ഭനക്ക്, ഭനക്ക് എന്ന് പറഞ്ഞാൽ നേർത്ത ശബ്ദമാണ്, ദൂരെ നിന്നുള്ള നേർത്ത ശബ്ദവും അവർ ദൂർ ദൂർ കി മഹാക് ബി മിൽ ജാതി. നേർത്ത ശബ്ദമാണെങ്കിൽ പോലും, വളരെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കരയുന്ന ചെറിയ സൗണ്ട് ആണെങ്കിൽ പോലും ആര് കണ്ടെത്തുമായി, അത് കേൾക്കുമായിരുന്നു, ഈ പക്ഷികൾ കേൾക്കുമായിരുന്നു. അതുപോലെ തന്നെ ദൂർ ദൂർ കി മഹാക് ബി മിൽ ജാതി, വളരെ ദൂരെ നിന്നുള്ള സുഗന്ധവും പിടിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. ഏക് ദിൻ वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. एक दिन, ഒരു ദിവസം, വ നൗജവാൻ പക്ഷി, ആ യുവാവായ പക്ഷിയിലെ, അത് ജമീൻ പർ ചൽത്തി ഹുയി, തറയിലൂടെ, ഭൂമിയിലൂടെ ഇങ്ങനെ ഏറ്റവും താഴ്ന്നിങ്ങനെ പറക്കുന്ന സമയത്ത് ഭൂമിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഏക്ക് ബൈൽഗാഡി കോ ദേഖ് ലേത്താ ഹെ. മുകളിൽ നിന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരു കാളവണ്ടി ഭൂമിയിലൂടെ ഇങ്ങനെ പോകുന്നത്. ഉസ്മേ ബഡേ ബഡേ ബോരേ ഭരേ ഹുയേ ദേ. ആ കാളവണ്ടിയിൽ നിറച്ച് ചാക്കുകളായിരുന്നു. ബഡേ ബഡേ ബോരെ, നിറഞ്ഞ ചാക്കുകളാണ്. എന്താ ബോര എന്ന് പറഞ്ഞാൽ സാക്കാണ്, ചാക്ക്. വളരെ നിറച്ചു വെച്ചിരിക്കുന്ന, എന്തോ സാധനങ്ങൾ നിറച്ചിരിക്കുന്ന ചാക്കുകളാണ്. ഗാഡി വാല ചില്ല ചില്ല കർക്കത്താഹെ. കാളവണ്ടിക്കാരൻ ഈ നിറച്ചു വെച്ച ചാക്കുമായിട്ട് പോകുന്ന കാളവണ്ടിക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ചില്ല ചില്ല കർക്കത്താഹെ, വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയാം. എന്താ വിളിച്ചു പറയുന്നത്? അണ്ടർലൈൻ ചെയ്തോളൂ. ദോ ദീമഗേം ലോ ഏക് പങ്ക് ദോ. എന്താ വിളിച്ചു പറയുന്നത്? 2 ദീമക, ദോ ദീമഗേം ലോ, നിങ്ങൾക്ക് 2 ചിതലുകളെ തരാം. ഏക് പങ്ക് ദോ, നിങ്ങൾ എനിക്കൊരു തൂവൽ തരൂ. അപ്പം ഇത് കച്ചവടം ആരുമായിട്ട് നടത്താനാണ്? പക്ഷികളുമായിട്ടാണല്ലേ. അപ്പം ദൂരെ നിന്ന് പോകും, ദൂരെ കൂടെ വളരെ ഉയരത്തിൽ ആകാശത്തു കൂടി പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയും അതിൻ്റെ അച്ഛനും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഉയരത്തിൽ പറക്കുന്ന സമയത്താണ് ഈ യുവാവായ പക്ഷി എന്ത് കേൾക്കുന്നത്? താഴെ കൂടി ഒരു കാളവണ്ടിക്കാരൻ എന്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവുകയാണ്? ദേ 2 ചിതലുകൾ തരാം, ഒരു തൂവൽ നിങ്ങൾ എനിക്ക് തരൂ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. നമ്മൾ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോകില്ലേ, അതുപോലെയാണ് കാളവണ്ടിക്കാരൻ എന്തുമായിട്ട് പോകുന്നത്? ചിതലുകളുമായിട്ട് പോകുന്നത്. അതാരെ? ദൂരെ നിന്ന് പോലും ശബ്ദത്തെ പിടിച്ചെടുക്കാൻ കഴിവുള്ള ഈ പക്ഷി, ഈ യുവാവായ പക്ഷി എന്ത് കാണുകയാണ്? ഈ സൗണ്ട് കേൾക്കുകയും കാളവണ്ടിക്കാരനെ കാണുകയും ചെയ്തു.
उस नौजवान पक्षी को ദീമകവും കാ ശൗക്ത ഉസ് നൗജവാൻ പക്ഷിക്കു ഈ യുവാവായ പക്ഷിയിലെ അതിന് ദീമകവും കാ ശൗക്ത വളരെ ഇഷ്ടമായിരുന്നു. എന്തിനെ? ദീമകവും. ചിതലെന്ന് പറഞ്ഞാൽ വളരെ ജീവനായിരുന്നു ഈ പക്ഷിക്ക്. വൈസേത്തോ ഊഞ്ചേ ഉടനെ വാലേ പംചിയുങ്കോ. അതുപോലെ തന്നെയാണ് ആകാശത്തിൽ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്കൊക്കെ ആരെ ഇഷ്ടമാണ്? ചിതലുകൾ തിന്നുന്നത് ഇഷ്ടമാണ്. ഹവാമേഹി ബഹോത് സേ കീടേ തൈർത്തേ ഹുയേ മിൽ ജാത്തെ. സാധാരണഗതിയിൽ ഇവരുടെ ഭക്ഷണം എന്താണ്? ഹവാമേഹി, ആകാശത്തു കൂടി ഉയരത്തിൽ പറക്കുന്ന സമയത്ത് വായുവിൽ ബഹോത് സേ കീടേ, നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ ചെറിയ ചെറിയ പ്രാണികൾ ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത്. അപ്പം ആകാശത്തു കൂടി പറക്കുന്ന സമയത്ത് കീടേ തൈർത്തേ ഹുയേ മിൽ ജാത്തേത്, ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഈ പക്ഷികളുടെ അടുത്ത് കൂടി ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഒറ്റപ്പെടുത്താണ്. ആര്? ഈ പക്ഷികൾ. അതാണ് അവരുടെ പ്രധാന ആഹാരം. ജിനേം ഖാക്കർ വേ അപ്പനി ഭൂഖ് ധോടി ബൗത്ത് ശാന്ത് കർലേത്തേത്. അവരവരുടെ വിശപ്പ് ശമിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു? ഈ ചെറിയ പ്രാണികളെ കഴിച്ചിട്ടാണ്. അപ്പം സാധാരണഗതിയിൽ ആകാശത്തു കൂടി പറക്കുന്ന ഈ പക്ഷികളുടെ സ്വാഭാവികമായ ആഹാരം എന്തായിരുന്നു? അവരുടെ ആഹാരം എന്ന് പറയുന്നത് ആകാശത്തു കൂടി വട്ടമിട്ട് ചെറുതായിട്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പ്രാണികളുണ്ട്. ആ പ്രാണികളായിരുന്നു ഇവരുടെ തീറ്റ. എന്നാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിനോടാണ്? ചിതലുകളോടായിരുന്നു. ലേക്കിൻ ദീമകേം സിർഫ് ജമീൻ പർ മിൽത്തി തി. പക്ഷേ ചിതലുകളോട് ഇഷ്ടമുണ്ടെങ്കിലും അവ എവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ? ഭൂമിയിൽ മാത്രമേ ഇതിന് കിട്ടുള്ളൂ. ആകാശത്ത് കൂടി ചിതലുകൾ പറക്കുന്നുണ്ടോ? ഇല്ല. അതുങ്ങൾ എവിടെ ഉണ്ടാവുള്ളൂ? ഭൂമിയിലും ഉണ്ടാവുക. സിർഫ് ജമീൻ പർ മിൽത്തി തി. ഈ ചിതലുകൾ എവിടെ മാത്രമാണ് കാണപ്പെടുന്നത്? ഭൂമിയിൽ മാത്രമാണ്. കബി കബി പേഡോം പർ. ചിലപ്പോൾ ചിതലുകളെ എവിടെ കാണാം? മരങ്ങളിൽ കാണാം. പേഡോം പർ, മരങ്ങളിൽ കാണാം. ജമീൻ സേ തനേ പർ ചടുക്കർ. ഭൂമിയിൽ നിന്ന് പതുക്കെ. ചിതലുകളെ കാണാത്തവരാരുമില്ലല്ലോ. അത് പതുക്കെ എന്ത് ചെയ്യാണ്? ഈ ചിതലുകൾ ചെറിയ കൂട് വെച്ച് മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന കാണാം അല്ലേ? ജമീൻ സേ തനേ പർ ചടുക്കർ. ഭൂമിയിൽ നിന്ന് മരത്തിൻ്റെ തായ്തടികളിലേക്ക് കയറി ഊഞ്ചി ഡാൽ തക്, ചിലപ്പോൾ ഉയരമുള്ള ശാഖ വരെ, ഉയരമുള്ള മരത്തിൻ്റെ ഉയരമുള്ള കൊമ്പ് വരെ ഈ ചിതലുകൾ കൂടുകൂട്ടും. വേ അപ്പന മട്ടിയാല ലംബാ ഗർഭനാദേത്തി. ഇവര് അപ്പന മട്ടിയാല. എന്താ മട്ടിയാല എന്ന് പറഞ്ഞാല്? സാൻഡ് ആണ് അല്ലേ? മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ. അത് മണ്ണ് കൊണ്ടാണ്, നനഞ്ഞ മണ്ണിങ്ങനെ ചെറുതായിട്ട് നനച്ച് ഉരുട്ടി നമ്മൾ ചെറിയൊരു വര പോലെ ഇങ്ങനെ കാണും ചിതലിൻ്റെ കൂട് അല്ലേ? അപ്പോൾ ഈ മണ്ണ് കൊണ്ടുള്ള നീണ്ട വീടാണ്. എങ്ങനെയാണ് വീടുണ്ടാക്കുന്നത്? നീളത്തിലൊരു വര പോലെയാണ്. ലംബാഗർ ബനാലേത്തി, നീളമുള്ള വീട് ഉണ്ടാക്കും. ചിതൽ നമ്മൾ കാണാൻ, ചിതൽ ഇന്ന് തട്ടിയാൽ നാളേക്ക് വീണ്ടും എന്തുണ്ടാക്കും? അവരതേപടി തന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പക്ഷികൾ ഈ ചിതലുകൾ കിട്ടണമെങ്കിൽ എവിടുന്ന് അവർക്ക് കിട്ടുന്നത്? ഭൂമിയിലാണ് കിട്ടുന്നത്. ഇനി വല്ലപ്പോഴും കിട്ടണമെങ്കിൽ വലിയ തായ്തടികളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കൂട് വെച്ച് വരുന്ന ചിതലുകൾ ഉണ്ടാകും. അവർ വേ സബ് ഏക് ജഗ ന മിൽത്തെ. അങ്ങനെ എല്ലാ സ്ഥലത്തും അത് കാണുമോ? അത് ഒരുമിച്ച് എല്ലായിടത്തും കിട്ടുകയില്ല. അപൂർവമായിട്ട് ചില മരങ്ങളിൽ നിന്ന് താഴെ നിന്ന് ചിതല് കൂടുകൂട്ടി ഏറ്റവും വലിയ മരമൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പടർന്നു പിടിച്ച് കയറുന്നത് കാണാം. അത് എല്ലാ മരത്തിലോട്ട് കാണുകയില്ല. അപ്പോൾ ഈ ചിതലുകൾ എന്ന് പറയുന്നത് പക്ഷികൾക്ക് അപൂർവമായ ആഹാരമാണ്. ഏത് പക്ഷികൾക്ക്? ആകാശത്ത് വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് വളരെ അപൂർവമായ ആഹാരമായിരുന്നു ഏതെന്ന് പറയുന്നത്? ഈ ചിതലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും ഈ കാളവണ്ടിക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയാണ്, എന്ത്? 2 ചിതലുകൾ തരാം, 1 തൂവൽ തരൂ. ഇത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും സന്തോഷം തോന്നിയിട്ടുണ്ടാവില്ലേ? ആ 1 തൂവൽ കൊടുത്താൽ എന്താ, 2 ചിതലിനെ തിന്നാമായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണല്ലോ എന്നൊക്കെ പക്ഷികൾ തീർച്ചയായും ചിന്തിക്കും. നൗജവാൻ പക്ഷി കോ ലഗ. നൗജവാൻ പക്ഷി കോ ലഗ എന്ന് പറഞ്ഞാൽ ആ യുവാവായ പക്ഷിക്ക് ഇങ്ങനെ തോന്നി. നൗജവാൻ പക്ഷി കോ ലഗ. അപ്പോൾ ഇത് കേട്ടപ്പോഴ യുവാവായ പക്ഷിക്ക് തോന്നുകയാണ്, യഹ് ബഹുത് ബഡി സുവിധാ ഹേ കി ഏക് ആദമി. ഓ, ഇത് വലിയ സൗകര്യമാണല്ലോ. എന്താ സുവിധ എന്ന് പറഞ്ഞാല്? സൗകര്യം. യഹ് ബഹുത് ബഡി സുവിധാ ഹേ കി, ഇത് വലിയ സൗകര്യമാണല്ലോ. ഏക് ആദമി, ഒരാള് ധീമഗോം കോ, ചിതലുകള് ബോരോമേം ഭർക്കർ ബേച്ച് രാഹേ, ചാക്കിൽ നിറച്ചിട്ട് ഇത് വിൽക്കുക. നല്ല സൗകര്യമായല്ലോ എന്ന് ആര് ചിന്തിക്കുകയാണ്? ഈ
യുവാവായ പക്ഷി ചിന്തിച്ചു. അപ്പോൾ എന്താണ് ഇത്രയും വരെ നമ്മൾ എന്താ പറഞ്ഞത്? വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു യുവാവായ പക്ഷിയും അതിൻ്റെ അച്ഛനും അതിൻ്റെ ആ യുവാവായ പക്ഷിയുടെ കൂട്ടുകാരും എല്ലാം കൂടി ആകാശത്ത് വളരെ ഉയരത്തിൽ പറക്കുകയാണ്. എന്തൊക്കെയാണ് അവയുടെ സവിശേഷത എന്ന് പറയുന്നത്? അവയുടെ സവിശേഷത വളരെ ദൂരെ നിന്ന് മുകളിൽ പറക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ ശബ്ദം പോലും കേൾക്കാൻ അവർക്ക് കഴിയുന്നു. അതുപോലെ തന്നെ സുഗന്ധം തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇതൊക്കെ ഈ പക്ഷികളുടെ പ്രത്യേകതയാണ്. ഒരു ദിവസം ഇവരിങ്ങനെ കൂട്ടത്തോടു കൂടി പറക്കുന്ന സമയത്ത് ഇതിലെ യുവാവായ പക്ഷി എന്താണ് കാണുന്നത്? താഴെ ഭൂമിയിലൂടെ ഒരു കാളവണ്ടിക്കാരൻ അയാളുടെ കാളവണ്ടി നിറയെ ചാക്കുകളുമായിട്ട് പോകുന്നു കാണുന്നു. ആ ചാക്കിൽ നിറയെ എന്തൊക്കെയുണ്ട് അല്ലേ? അപ്പോൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോൾ എന്താ മനസ്സിലാവാൻ സാധിച്ചത്? കാളവണ്ടിക്കാരൻ എന്തോ വിളിച്ചു പറയുന്നുണ്ട്. എന്താ വിളിച്ചു പറയുന്നത്? നിങ്ങൾ ഒരു തൂവൽ തരൂ, ഞാൻ നിങ്ങൾക്ക് 2 ചിതലുകളെ തരാം. അപ്പോൾ തീർച്ചയായിട്ടും യുവാവായ പക്ഷിക്ക് തോന്നി എന്ത്? ഓ, ചിതലുകളോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ ഈ ചിതലെന്ന് പറയുന്നത്. അവരുടെ യഥാർത്ഥ ആഹാരം എന്താണ്? ആകാശത്തുകൂടി പറന്നു പോകുമ്പോൾ അവിടെ പറന്നു കളിക്കുന്ന ചെറിയ പ്രാണികളെ തിന്നിട്ടാണ് ഇവർ വിശപ്പടക്കാറുള്ളത്. ചിതലെന്ന് പറയുന്നത് അവരുടെ ഡെലീഷ്യസ് ഫുഡാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ്. പക്ഷെ അത് എപ്പോഴും അങ്ങനെ കിട്ടാറില്ല. കാരണം അതെന്ത് ചെയ്യാണ്? അത് ഭൂമിയിൽ വന്നാലേ കിട്ടുള്ളൂ. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് വലിയ തായ്തടികളിലേക്ക്, വലിയ മരങ്ങളിലേക്ക് പടർന്നു കയറുന്ന ചിതലുകൾ ഏറ്റവും മുകളിലെ ശാഖയിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അവർ വിശ്രമിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ കിട്ടാറുണ്ട്. അത് എല്ലായ്പ്പോഴും ഒരേ സ്ഥലത്ത് കാണുകയുമില്ല, എല്ലാ മരത്തിലും അത് കിട്ടാറുമില്ല. അപ്പോൾ ഇവന് തോന്നി എന്ത്? ഈ യുവാവായ പക്ഷിക്ക് തോന്നി, ഓ, ഇത് വലിയ സൗകര്യമാണല്ലോ. എന്താ? ഒരാള് ചിതലുകളെ പെറുക്കിയെടുത്തിട്ട് ചാക്കിൽ നിറച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് വേണോന്ന് ചോദിച്ചിട്ട് വരികയാണല്ലേ. നമ്മൾ എന്ത് കൊടുത്താൽ മതി? പകരം ഒരു തൂവല കൊടുത്താൽ മതി. നല്ല സൗകര്യമാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു. വാ അപ്പനെ ഊഞ്ചായിയാം ചോടുക്കർ मंडराता हुआ नीचे उतरता है और पेड़ की एक डाल पर बैठ जाता है. वह अपनी ऊंचाയിയാം ചൊടുക്കർ, അവൻ എന്ത് ചെയ്തു എന്നറിയോ? അപ്പനി ഊഞ്ചായിയാം ചൊടുക്കർ, വളരെ ഉയരത്തിലല്ലേ ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നത്. ആ ഉയരത്തിൽ നിന്ന് അവൻ പതുക്കെ താഴോട്ടിറങ്ങി വന്നു. മണ്ടുരാത്താഹുവ, മണ്ടുരാണെന്ന് ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ്, വട്ടത്തിൽ ഇങ്ങനെ പറന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. നീച്ചേ ഉത്തർത്ത, വളരെ ആകാശത്ത് വളരെ ഉയരത്തില് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു. और पेड़ की एक डाल पर बैठ जाता है, എന്നിട്ട് മരത്തിന്റെ ഒരു ശാഖയിൽ അങ്ങനെ ഇരുന്നു താഴേക്ക് നോക്കുക. ആരെ കാണാനാ നോക്കുന്നത്? കാളവണ്ടിക്കാരനെ. അങ്ങനെ താഴേക്ക് ഇരുന്ന് നോക്കി. एक डाल पर बैठ जाता है, ഒരു കൊമ്പില് ഇരുന്നു. दोनों का सौदा तय हो जाता है, എന്നിട്ട് രണ്ടുപേരും തമ്മിൽ दोनों का, രണ്ടുപേരും, ആരൊക്കെയാണ് രണ്ടുപേര്? കാളവണ്ടിക്കാരനും ഈ പക്ഷിയും അല്ലെ. ഈ കാളവണ്ടിക്കാരനും പക്ഷിയും തമ്മിൽ സൗദ തൈ ഹോ ജാത്താ ഹെ. എന്താ സൗദ തൈ ഹോ ജാത്താ ഹെ എന്ന് പറഞ്ഞാല് കച്ചവടം ഉറപ്പിക്കുകയാണ്. സൗദ എന്ന് പറഞ്ഞാല് കച്ചവടമാണ്. അവിടെ ഡീലിങ്സ് നടന്നു, അവരുടെ കച്ചവടം നടക്കുകയാണ് അല്ലെ. അല്ല, എന്താണ് ഞങ്ങൾ തരേണ്ടത്? എന്ത് തരണം? എത്ര രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്? അയ്യോ, ഇത് പൈസക്കല്ല. എന്തിനാണ്? ഒരു തൂവല് തന്നാൽ 2 ചിതലുകൾ തരാം. അവിടെ കച്ചവടം ഉറപ്പിച്ചു. അപ്പനി ചോഞ്ചുസേ, തൻ്റെ ചുണ്ടുകൊണ്ട്, എന്താ ചോഞ്ച് എന്ന് പറഞ്ഞാല് ചുണ്ടാണ്, തൻ്റെ ചുണ്ടുകൊണ്ട് ഏക്ക് പരുക്കോ, ആ കൊക്ക് കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഒരു തൂവല ഖീൻചുക്കർ തോടിനേമേ ഉസേ തക്ലീഫ് ഹോത്തി ഹെ, പക്ഷി മെല്ലെ ഇങ്ങനെ തൻ്റെ കൊക്ക് വെച്ചിട്ട് ഒരു തൂവലിങ്ങനെ കടിച്ചു പറിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവില്ലേ? അതിനെ കണ്ടിട്ടില്ലേ? തൂവലുകളുടെ ഒരറ്റം അത് ഇങ്ങനെ കൂർത്ത് ആ ചിറകിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ തൂവലിങ്ങനെ കടിച്ച്, ആ കൊക്ക് കൊണ്ട് അത് കടിച്ച് പുറത്തേക്കിട്ടു. തക്ലീഫ് ഹോത്തി ഹെ, കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും, ആദ്യമായിട്ട് പൊട്ടിക്കല്ലേ, അവൻ നല്ല വേദനയുണ്ടായി. ഖീൻചുക്കർ തോടിനേമേ ഉസേ തക്ലീഫ് ഹോത്തി ഹെ, അവനത് പൊട്ടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി. ലേക്കിൻ, എന്നാൽ ഉസേ വഹ ബർദാസ്ത് കർ ലേത്താ ഹെ, അവനതങ്ങ് സഹിച്ചു. സാരല്ല, ഇത് പൊട്ടിച്ചെടുത്താലും എന്ത് തിന്നാം, എനിക്ക് 2 ചിതലുകൾ തിന്നാമല്ലോ എന്നോർത്ത് അവൻ എന്ത് ചെയ്തു? സന്തോഷിച്ചു. അപ്പൊ അവൻ ഈ വേദന അങ്ങ് സഹിച്ചു. എന്താ ബർദാസ്ത് കർണ എന്ന് പറഞ്ഞാൽ സഹിക്കുക. മുഹമ്മേ ബഡേ സ്വാദ് കേ സാത്ത്, എന്നിട്ട് ആ 2 ചിതലുകളല്ലേ, അതിനെ 2നെയും വായില് വളരെ സ്വാദോടുകൂടി, അതുകൊണ്ട് കിട്ടിയപ്പോൾ തന്നെ വായിൽ ഇങ്ങനെ വെള്ളൂറാണ്. നല്ല സന്തോഷം തോന്നി ആർക്ക്?
ഈ പക്ഷിക്ക് അല്ലെ. മൂമേം ബഡേ സ്വാദ് കെ സാത്ത്, വായില് വളരെ സ്വാദോടുകൂടി, ദോ ദീമഗേം ദബാക്കർ, ഈ 2 ചിതലുകളെയും അമർത്തി പിടിച്ചുകൊണ്ട്, ദബാന എന്ന് പറഞ്ഞാൽ അങ്ങനെ അമർത്തി പിടിച്ചിട്ട്, വാ പക്ഷി ഫുർ സേവ് ജാത്താ ഹെ, ആ പക്ഷി വളരെ വേഗതയിൽ ദൂരേക്ക് പറന്നുപോയി. ആരുടെ അടുത്ത് നിന്നാ സാധനം വാങ്ങിയിട്ടാണ്? ഈ 2 ചിതലുകളെ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്? ഗാഡിവാലയുടെ കയ്യിൽ നിന്നല്ലേ, ആ കാളവണ്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന് 2 ചിതലുകളെ വാങ്ങിച്ചു. പകരം എന്താണ് പക്ഷി കൊടുത്തത്? തൻ്റെ ഒരു തൂവല് കൊടുത്തു. എന്നിട്ട് പക്ഷി വളരെ വേഗത്തിൽ ആ ചിതലുകളെ തൻ്റെ കൊക്കില് അമർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അതങ്ങ് പറന്നുപോയി. അബ് ഉസ് പക്ഷി കോ गाड़ी वाले से 2 दीमगें खरीदने और एक पर देने में, अब उस पक्षी को, ഇപ്പോൾ ആ പക്ഷിക്ക് ഗാഡി വാലേസി, കാളവണ്ടിക്കാരനിൽ നിന്ന് 2 ദീമഗേം ഖരീദിനെ, 2 ചിതലുകൾ വാങ്ങിക്കുന്നതിനും, और एक पर देने में, ഒരു തൂവല് നൽകുന്നതിനും, ബഡി ആസാനി മാലൂം ഹുയി, വളരെ എളുപ്പമായി തോന്നി. ആദ്യത്തെ ദിവസം അവന് വലിയ ബുദ്ധിമുട്ട് തോന്നി. ഇത് പറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, വേദനയും സഹിക്കണം. പക്ഷെ അടുത്ത ദിവസമാണെങ്കിലോ അത് വളരെ എളുപ്പമായി, കുറച്ചുകൂടി ബുദ്ധിമുട്ട് കുറഞ്ഞു. അങ്ങനെ സ്ഥിരമായപ്പോൾ ഇതിങ്ങനെ ഡെയിലി ഒരു കാളവണ്ടിക്കാരൻ വരും, അദ്ദേഹത്തിന് എന്നും എന്ത് ചെയ്യും? ഓരോ തൂവല് കൊടുക്കും, അവൻ ചിതലുകൾ വാങ്ങി കഴിക്കും. ഇതൊരു ശീലമായി, ഒരു ഹാബിറ്റായി മാറി. ആർക്ക്? ഈ യുവാവായ പക്ഷിക്ക്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ അവനതിന് ബുദ്ധിമുട്ട് ഇല്ലാതായി മാറി. ഏക്ക് പര ദേനേമേം ബടി ആസാനി മാലൂം ഹുയി എന്നാണ്. ഒരു തൂവല് കൊടുക്കുന്നതിൽ വളരെ എളുപ്പമായിട്ട് അവന് തോന്നി. വാഹ റോസ് തീസരേ പഹർ, അവൻ എന്ത് ചെയ്യും? ഡെയിലി ഇത് ആരും കാണാതെ 3-ാം യാമമാകുമ്പോഴേക്ക് നീച്ചേ ഉത്തർത്ത, അവന് വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. നീച്ചേ ഉത്തർത്ത, താഴേക്ക് ഇറങ്ങി വന്നിട്ട്, ഗാഡി വാലേക്കോ ഏക്ക് പങ്ക് ദേക്ക, ഡെയിലി ഇതൊരു ശീലമായി മാറി. അവൻ ആ സമയമാകുമ്പോഴേക്കും, വണ്ടിക്കാരൻ വരുന്ന സമയം ഏതാണോ ആ സമയമാകുമ്പോഴേക്ക് അവൻ എന്ത് ചെയ്യും? പതുക്കെ ഇറങ്ങി വന്നിട്ട് ഏക്ക് പങ്ക് ദേക്ക, ഒരു തൂവല് പതിവ് പോലെ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് കാളവണ്ടിക്കാരന് കൊടുക്കും. ദോ ദീമകേം ഖരീദിലേത്ത, ഇതിന് പകരം എന്ത് വാങ്ങിക്കും? 2 ചിതലുകളെ വാങ്ങിക്കും. ഇതൊരു ശീലമായി മാറി, സ്ഥിരമായൊരു പ്രക്രിയ ഇതങ്ങ് തുടങ്ങി. എന്ത് പ്രവർത്തനം അങ്ങനെ തന്നെയാണല്ലേ. ആദ്യം നമുക്ക് അത് ബുദ്ധിമുട്ടായി തോന്നും, പിന്നെ എന്തായി തോന്നും? പിന്നെ അത് വളരെ ഈസി ആണോ എന്ന് തോന്നിപ്പോകും. അതിൻ്റെ അപകടത്തിലേക്കാണെന്നുള്ള ചിന്ത നമുക്ക് ഇല്ലാത്തതുപോലെ നമ്മൾ അതിലേക്ക് കൊപ്പുകുത്തുകയും ചെയ്യും. നമ്മൾ സാധാരണ ഇപ്പോൾ തന്നെ ആളുകളുടെ ഇടയിൽ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡ് ഏതാണ്? എപ്പോഴും നമ്മൾ ഫാസ്റ്റ് ഫുഡിനോടാണ് താല്പര്യം വരുന്നത്. നമ്മൾ ചിക്കൻ റോളോ ബർഗറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ മറ്റു ഫുഡുകളൊക്കെ നമുക്ക് എന്താണ് വേണ്ടാന്ന് പറയണം. പക്ഷെ ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? അതൊക്കെ നമുക്കറിയാം. ഫാസ്റ്റ് ഫുഡ് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. വേണ്ടാന്ന് മനസ്സിൽ പറയാൻ ശ്രമിച്ചാലും നമ്മൾ അറിയാതെ അതിലേക്ക് നീങ്ങുന്നു. അപ്പം അതുപോലെ തന്നെയാണിത്. ചിതലുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായ ആഹാരമല്ല, പക്ഷെ ഇതിന് പകരം കൊടുക്കുന്നത് എന്താണ് താനും? തുവലുകളാണ്. എന്നിട്ടും പക്ഷി അതിനൊരു മടിയും കാണിക്കാതെ ദിനം പ്രതി ഇത് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ വാരോസ് വാ കുച്ച് ദിനോം തക്ക ദിനോം തക്ക ऐसा ही चलता रहा, कुछ दिनों तक ऐसा ही चलता रहा, കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. പക്ഷികളുടെ തൂവല് ഒരെണ്ണം പൊട്ടിച്ചെടുത്താൽ പിന്നെ അവിടെ മുളച്ച് വരുമോ? അതൊന്നുമില്ല. ഓരോ തൂവലുകൾ പറിച്ചെടുത്താലും അവിടെ ഒരു ഹോളായിട്ട് ആ തൂവൽ അങ്ങനെ നിൽക്കുകയുള്ളൂ. അത് വളർന്നു വരുന്നൊന്നുമില്ല. അപ്പോൾ കുച്ച് ദിനോം തക്ക് ऐसा ही चलता रहा, കുറച്ച് ദിവസം വരെ ഇതിങ്ങനെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. ഏതിങ്ങനെ തന്നെ തുടർന്നു? പക്ഷി എന്നും താഴേക്ക് ഇറങ്ങി വരുന്നു, ഒരു തൂവല് കൊടുക്കുന്നു, 2 ചിതലുകൾ വാങ്ങിക്കുന്നു. ഇങ്ങനെ കുറേ ദിവസം ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. കുച്ച് ദിനോം തക്ക് ऐसा ही चलता रहा, കുറച്ച് ദിവസം വരെ ഈ പ്രക്രിയ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഏക് ദിൻ, ഒരു ദിവസം ഉസ്കെ പിതാനെ ദേഖ് ലിയ, ഇതാര് കണ്ടു? അവൻ്റെ അച്ഛൻ കണ്ടു. ആരുടെ? ആ യുവാവായ പക്ഷിയില്ലേ, അവൻ്റെ അച്ഛൻ ഇത് കാണാനിടയായി. എന്താ ഇവൻ എങ്ങോട്ടായി പോകുന്നത് എന്ന് അദ്ദേഹം പറക്കുന്നതിനിടയിൽ നോക്കിയപ്പോഴെന്താ, അദ്ദേഹം പറകെ വന്ന് നോക്കിയപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് കാളവണ്ടിക്കാരന് ഒരു തൂവൽ അവൻ പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് പകരം വാങ്ങി തിന്നുന്നത് എന്താ? 2 ചിതലുകളെയാണ്. അപ്പം അച്ഛന് മനസ്സിലായി ഇവൻ അപകടത്തിലേക്കാണ് പോകുന്നത്. എന്നും ഇങ്ങനെ തൂവൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? പക്ഷിക്ക് ചിറകുണ്ടാവുമോ? അതുണ്ടാവില്ല. അപ്പം അത് അപകടത്തിലേക്കാണെന്ന് ആർക്ക് മനസ്സിലായി? അച്ഛന് മനസ്സിലായി.
ഏക് ദിൻ ഒരു ദിവസം ഉസ്കെ പിതാനെ ദേഖ് ലിയ അവൻ്റെ അച്ഛൻ ഇത് കണ്ടു. ഉസ്നെ സമച്ചാനേക്ക് കോശിഷ്കി അച്ഛൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. സമച്ചാനേക്ക് അവനെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി കോശിഷ് കി ബേട്ടെ എന്താ പറഞ്ഞ് മനസ്സിലാക്കിച്ചത്? മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ബേട്ടെ മോനെ ധീമകേ ഹമാരാ സ്വാഭാവിക് ആഹാർ നെയ്യേ അല്ലയോ മോനെ, ഈ ചിതലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫുഡല്ല, ഫ്യൂഷൻ ഫുഡല്ല അല്ലേ, നമ്മുടെ സാധാരണയുള്ള ഫുഡ് അല്ല തന്നെ. और उनके लिए अपने पंग तो हार्गिज नहीं दिए जा सकते മാത്രമല്ല ഈ സാധാരണഗതിയിൽ നമ്മുടെ സ്വാഭാവികമായ ആഹാരമേ അല്ല ഈ ചിതലുകൾ. വല്ലപ്പോഴും ഒക്കെ കഴിക്കാന്നല്ലാതെ എന്നും കഴിക്കാൻ ഇത് പാടില്ല. ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ പകരമായിട്ട് നീ ഈ തൂവല് കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല, ഇത് നിന്റെ നാശത്തിനാണ് എന്ന് ആര് ബോധ്യപ്പെടുത്തി? അച്ഛൻ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഏതാളുകളും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു അപകടത്തിലേക്ക് എടുത്തു ചാടി കുറേ അങ്ങോട്ട് എത്തിയിട്ട് ആരെങ്കിലും നമ്മളെ ഉപദേശിക്കാൻ വന്നാൽ ആ ഉപദേശം ഒന്നും നമുക്ക് ചെവിക്കൊള്ളില്ല. നമ്മളെ നന്നാകാൻ വേണ്ടിയിട്ടായിരിക്കും അച്ഛനോ അല്ലെങ്കിൽ അച്ഛന്മാരോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ആരെങ്കിലുമൊക്കെ പറയുന്നത് അങ്ങനെയായിരിക്കും. പക്ഷെ അതൊന്നും ആര് എന്ത് ചെയ്യില്ല, ചെവിക്കൊള്ളില്ല. അതുപോലെ തന്നെ ഈ കുഞ്ഞിനോട് ഈ യുവാവായ പക്ഷിയോട് ആര് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു, മോനെ ചിതലുകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായ ആഹാരമേ അല്ല, മാത്രമല്ല അതിനു വേണ്ടി നീ നിന്റെ തുവലുകൾ കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല. ഹാർഗിജ് നെഹീൻ ദിയേ ജാ സക്തേ അതുകൊണ്ട് ഇനിയെങ്കിലും നീ അങ്ങനെ ചെയ്യരുത്. ഇതുവരെ നീ അങ്ങനെ ചെയ്തു, ഇനി നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന വാണിംഗ് നൽകുകയാണ് ആര്? അച്ഛൻ. ആർക്കാണ് വാണിംഗ് നൽകിയത്? മകന്, യുവാവായ പക്ഷിക്ക് വാണിംഗ് നൽകി. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ എന്നാൽ ആ യുവാവായ പക്ഷിയുണ്ടല്ലോ, ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ എന്നാൽ ആ യുവാവായ പക്ഷി ബഡേ ഹി ഗർവസെ വളരെ അഹങ്കാരത്തോടുകൂടി, എന്താ ഗർവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, വളരെ അഹങ്കാരത്തോടുകൂടി അപ്പനാ ദൂസരി ഓർ കർലിയ മുഖം അങ്ങോട്ട് തിരിച്ചു. പിന്നെ തൂവല് കൊടുത്തിട്ടിപ്പോൾ എന്താ പ്രശ്നം എന്നാണ് എന്ന് പറയുന്ന പോലെ അങ്ങ് അച്ഛൻ പറയുന്നതിനെ തള്ളിക്കളഞ്ഞു. ഗർവസെ ബഡേ ഹി ഗർവസെ വളരെ അഹങ്കാരത്തോടുകൂടി അപ്പനാ മോഹ ദൂസരി ഓർ കർലിയ തൻ്റെ മുഖം മറുവശത്തേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പിന്നെ എന്ന് പറഞ്ഞ് തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞത് ആര് ചെവിക്കൊണ്ടില്ല? ഈ യുവാവായ പക്ഷി ചെവിക്കൊണ്ടില്ല. ഉസേ ജമീൻ പർ ഉത്തർ കർ ധീമകേ ഖാനെ കി ചട് ലഗൈതി ഉസേ അവൻ ജമീൻ പർ ഉത്തർ കർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ധീമകേ ഖാനേക്ക് ചിതലുകൾ തിന്നുക എന്നുള്ള ചട് ലഗൈതി ഒരു ഹാബിറ്റ് അവനുണ്ടായി തുടങ്ങിയിരുന്നു. അതാണ് രസം എന്ന് അവന് തോന്നിക്കഴിഞ്ഞു. അവൻ ഡെയിലി അച്ഛൻ പറഞ്ഞത് കേട്ടില്ല, ആര് പറഞ്ഞതും കേൾക്കാതെ ദിനം പ്രതി അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം? ചിതലുകൾ തിന്നുന്നതിന് വേണ്ടി അവൻ താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. ഇത് അവൻ്റെ ഒരു ഹാബിറ്റായി മാറിയിരുന്നു. അബ് ഉസേ ന തോ ദൂസരെ കീടെ അച്ഛേ ലഗത്തെ അബ് ഉസേ ന തോ ദൂസരെ കീടെ അച്ഛേ ലഗത്തെ ആദ്യമൊക്കെ അവൻ ഏത് തിന്നിരുന്നു? ആകാശത്തു കൂടി പറക്കുന്ന ചെറിയ ജീവികളെ കഴിച്ചിരുന്ന ആളാണ് അല്ലേ, പക്ഷി. എന്നാൽ പിന്നീട് ചിതലുകൾ വല്ലപ്പോഴാണ് കിട്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ചിതലുകൾ സ്ഥിരം കിട്ടാൻ തുടങ്ങിയപ്പോൾ അവന് മറ്റു ആഹാരങ്ങളൊന്നും വേണ്ട. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 2 ദിവസം 3 ദിവസം അടുപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ആഹാരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നല്ലതാണെങ്കിൽ പോലും നമുക്കത് വേണ്ട. ഏത് മതി? കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പുറത്തുനിന്ന് കിട്ടുന്ന സാധനം. അവിടുത്തെ അടുക്കള എങ്ങനെയാണോ, ഭക്ഷണം എങ്ങനെയാണോ, അത് ഫുഡ് പോയ്സൺ ഉണ്ടാക്കുന്നതാണോ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതങ്ങ് വാങ്ങി കഴിക്കും. അത് നമ്മൾ ആര് തിരുത്താൻ വന്നാലും നമ്മൾ പിന്നെ അതിലേക്ക് പോവില്ല അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ഒരു ശീലം, അങ്ങനെയായി മാറുകയാണ്. അപ്പം ഇവിടെ അതേപോലെ ഈ പക്ഷിക്കുഞ്ഞ് സാധാരണ കഴിച്ചിരുന്ന ചെറിയ ജീവികളെ ഒന്നും ഇപ്പം തിന്നാതായി. ഇപ്പം ഏതിനെ മാത്രമാണ് വേണ്ടത്? ചിതലുകളെ മാത്രം വേണം. ആ ചിതല് കാത്ത് ഇങ്ങനെ ഇരിക്കും. ആരെ കാത്തിട്ട്? കാളവണ്ടിക്കാരൻ എപ്പോഴാണ് വരികയെന്ന് നോക്കി കാത്തിരിക്കുമായിരുന്നു. അബുസേ നോ ദൂസരെ കീടെ അച്ഛേ ലഗത്തെ ഇപ്പം അവന് മറ്റു ചെറിയ പ്രാണികളൊന്നും ഇഷ്ടമല്ല. എന്നാ ഫല അതുപോലെ പഴങ്ങൾ തിന്നിരുന്ന പക്ഷിയാണ്. ഇപ്പം അതിന് പഴവും വേണ്ട. എന്നാ നാജിക്കേ ദാനെ ധാന്യമണികളും വേണ്ട. സാധാരണ ഇവർ കൂട്ടത്തോടെ പറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ധാന്യമണികൾ കൊത്തി തിന്നുന്നതിന് വേണ്ടിയിട്ട്, പഴങ്ങൾ തിന്നുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആകാശത്തു കൂടി വട്ടമിട്ട് പറക്കുന്ന ചെറിയ ചെറിയ പ്രാണികളെ തിന്നാൻ വേണ്ടി. പക്ഷെ ഇതൊന്നും ഇപ്പം ഇവന് വേണ്ട. ആകെ ഒരൊറ്റ ഫുഡ് മതി. അതേതാ? ദീമക അല്ലെ. ദീമഗോങ്ക ഷൗക്ക് ചിതലുകളോടുള്ള ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ താല്പര്യം. ദീമഗോങ്ക ഷൗക്ക് ചിതലുകളോടുള്ള താല്പര്യം. അബ്
ഉസ് പർ ഹാവി ഹോ ഗയാ താ. ഇപ്പം അതിന് വല്ലാതെ അത് അഡിക്റ്റായി മാറിയിരുന്നു. എന്താ ഹാവി ഹോന എന്ന് പറഞ്ഞാൽ അഡിക്റ്റായി മാറുക, ചിതലുകളോട് വളരെ വളരെ ഇൻട്രസ്റ്റ് അതിന് തോന്നി തുടങ്ങിയിരുന്നു എന്നർത്ഥം. അപ്പം പക്ഷി ഇപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ദിനംപ്രതി കാളവണ്ടിക്കാരനെ അന്വേഷിച്ച് താഴേക്ക് ഇറങ്ങി വരും. കാളവണ്ടിക്കാരന് എന്നും ഒരു തൂവല് പൊട്ടിച്ചു കൊടുക്കും. ആദ്യമൊക്കെ അതിന് വലിയ പ്രയാസം തോന്നിയെങ്കിലും പതുക്കെ പതുക്കെ അതൊരു ശീലമായി മാറി. എന്നും ഒരു തൂവല് കൊത്തി പറിച്ച് അത് കാളവണ്ടിക്കാരന് കൊടുക്കും. പകരം കാളവണ്ടിക്കാരനിൽ നിന്ന് അവൻ എന്ത് വാങ്ങിക്കും? എന്താ കാളവണ്ടിക്കാരിൽ നിന്ന് വാങ്ങിക്കുന്നത്? 2 ചിതലുകളെയും അവൻ വാങ്ങിക്കുമായിരുന്നു. അതങ്ങനെ അവന് ഇതൊരു എന്തായി മാറാൻ തുടങ്ങി? ഒരു ഹാബിറ്റായി മാറി. ലേക്കിൻ ऐसा कितने दिनों तक चलता. പക്ഷെ ഇങ്ങനെ എത്ര ദിവസം പോകും? ശരീരത്തിലുള്ള തൂവൽ ഇങ്ങനെ കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തൂവലുണ്ടാവുമോ? കിത്തനെ ദിനോം തക് ചൽത്ത, എത്ര ദിവസം വരെ അങ്ങനെ പോവുക? ഉസ്കെ പങ്കോം കി സംഖ്യ, അവൻ്റെ തൂവലുകളുടെ എണ്ണം. ഉസ്കെ പങ്കോം കി സംഖ്യ, അവൻ്റെ തൂവലുകളുടെ എണ്ണം ലഗാതാർ ഘടത്തി ചലി ഗയി, സ്ഥിരമായിട്ട് ഇങ്ങനെ തുടർന്ന് കുറഞ്ഞു വരാൻ തുടങ്ങി. ലഗാത്താർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ഘടത്തി ചലി ഗയി, കുറഞ്ഞു വരാൻ തുടങ്ങിയിരുന്നു. എന്താ ഘടത്തി എന്ന് പറഞ്ഞാൽ കുറയുക, തുടർച്ചയായിട്ട് അത് കുറഞ്ഞു വരാൻ തുടങ്ങി. അബ് വഹ ഊഞ്ചായിയോം പർ അപ്പനാ സന്തുലൻ സാധ് നഹീ സക്താ താ. ഇപ്പം അതിന് വളരെ ഉയരത്തില് പറക്കാൻ കഴിയാതായി തീർന്നു. പക്ഷികളെ പറക്കാൻ സഹായിക്കുന്നത് എന്താണ്? അതിൻ്റെ ചിറകുകളാണല്ലേ. ചിറകുകളിൽ എന്തുണ്ട്? തൂവലുണ്ട്. ഈ തൂവലില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പക്ഷികൾക്ക് തൂവലോട് കൂടിയ ചിറകില്ലെങ്കിൽ പറക്കാൻ സാധിക്കില്ല. അപ്പം ദിനം പ്രതി ഈ തൂവലുകൾ ഇങ്ങനെ എടുത്തു കൊടുത്ത് ഇപ്പം എന്തായി തുടങ്ങി? അതിന് മുകളിലേക്ക് പറക്കാൻ കഴിയാതായി തീർന്നു. അപ്പം ആ സന്തുലൻ സാത് നഹീ സക്ത, കൺട്രോൾ കിട്ടുന്നില്ല. പറക്കുമ്പോൾ ഇങ്ങനെ വീഴാൻ പോവുകയാണ്. സന്തുലൻ, കള്ളുടിയന്മാരെ കണ്ടിട്ടില്ലേ? അതുപോലെ നല്ലവണ്ണം പോകുന്ന ഒരാൾ, നന്നായിട്ട് ആരോഗ്യത്തോടു കൂടി പോയിരുന്ന ആളുകൾ പിന്നെ ഒരു ദിവസം കുടിച്ച്, 2 ദിവസം കുടിച്ച്, 3-ാം ദിവസം കുടിച്ച്, അങ്ങനെ പിന്നെ കുടിക്കുമ്പോൾ അവരിങ്ങനെ അടിയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് ബാലൻസ് ഇല്ല. എന്താ കാരണം? അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ തലച്ചോറിനെ എല്ലാറ്റിനെയും അങ്ങോട്ട് ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത്, ഈ മദ്യത്തിൻ്റെ ആ കെട്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് നേരേക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അതുപോലെ പക്ഷി അതിൻ്റെ തൂവൽ എന്ത് ചെയ്യാതിരിക്കുകയാണ്? ഈ കളവണ്ടിക്കാരന് കൊടുത്തപ്പോൾ അതിന് ശരിയാവണ്ണം പറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ സന്തുലനം നഷ്ടപ്പെട്ടു, അതിന് കൺട്രോൾ ഇല്ലാതായി തീർന്നു. അപ്പം ആ സന്തുലൻ സാത്നഹി സക്താത, അതിന് ശരിയാവണ്ണം പറക്കാൻ കഴിയാതായി തീർന്നു. ന ബഹുത് സമയ തക് പങ്ക് ഉസേ സഹാര ദേ സക്തേ ദേ, കൂടുതൽ സമയമൊന്നും ചിറകില്ലാതെ അല്ലെങ്കിൽ തൂവലില്ലാതെ അതിന് പറക്കാൻ സാധിക്കാതായി. ചിറകിന് കുറഞ്ഞ ദൂരത്തേക്ക് പറന്നാൽ പെട്ടെന്ന് അതിന് അവിടെ ഇരിക്കണം, അങ്ങനെയായി ശീലം, അല്ലെങ്കിൽ അതിന് കഴിയാതായി തീർന്നു. ആകാശയാത്രാക്കേ ദൗരാൻ, ആകാശത്തു കൂടി യാത്ര ചെയ്യുന്നതിനിടയിൽ, ദൗരാൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ, അങ്ങനെ ഇവൻ ചിലപ്പോൾ ആകാശത്തു കൂടി മറ്റുള്ളവരുടെ കൂടെ പറക്കാൻ തുടങ്ങും. അങ്ങനെ പറക്കുമ്പോൾ ഉസേ ജൽദി ജൽദി പഹാടി ചട്ടാനും, അവന് പെട്ടെന്ന് തന്നെ പഹാടി ചട്ടാനോ, വലിയ കുന്നിൻ പ്രദേശത്തെത്തുമ്പോൾ പാറപ്പുറത്ത് അങ്ങോട്ട് ഇരിക്കണം. പറക്കുന്നതിനിടയിൽ പാറ കണ്ടാൽ ഉടനെ അവിടെ ഇരിക്കും. എന്തുകൊണ്ടാണ്? വെറുതെ ഇരിക്കുന്നതല്ല, ക്ഷീണമാണ്, പറക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അവിടെ ഇരിക്കും. പേടോങ്കി ചോട്ടിയാം, അതുപോലെ തന്നെ വലിയ മരങ്ങൾ കണ്ടാൽ അതിൻ്റെ കൊമ്പ്, വലിയ മരത്തിൻ്റെ കൊമ്പുകൾ ഉണ്ടാവില്ലേ, ആ കൊമ്പിൽ അങ്ങോട്ട് ഇരിക്കും. ഗുംബദോം ഓർ ബുർജോം പർ ഹാം ഫുത്തേ ഹുയേ ബൈഠ് ജാത്ത, അല്ലെങ്കിൽ വലിയ പള്ളിയുടെയൊക്കെ മീനാരങ്ങൾ, താഴികക്കുടങ്ങളൊക്കെ അല്ലേ, അതൊക്കെ കാണുമ്പോൾ ടവറുകൾ, ഈ ടവറുകളോ അല്ലെങ്കിൽ പള്ളിയുടെ താഴികക്കുടങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഇരിക്കും. ആകാശത്തു കൂടി പറന്നു പോകുമ്പോൾ ഉയരത്തിൽ എന്താണോ കാണുന്നത് അതിൽ ഈ പക്ഷി ഇരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അതിന് കണ്ടിന്യൂസ് ആയി പറക്കാൻ കഴിയാതായി തുടങ്ങി എന്നർത്ഥം. വലിയ പർവ്വതങ്ങൾ കണ്ടാൽ ആ കുന്നിൻ മുകളിൽ അങ്ങോട്ട് ഇരിക്കും, അല്ലെങ്കിൽ വലിയ മരങ്ങൾ കണ്ടാൽ ആ മരത്തിൻ്റെ വലിയ ശാഖയുണ്ടാവും, അതിൽ പോയിരിക്കും. അല്ലെങ്കിൽ പള്ളിയുടെയോ ക്ഷേത്രങ്ങളുടെയൊക്കെ മീനാരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലിരിക്കും, അല്ലെങ്കിൽ വല്ല ടവർ കാണെങ്കിൽ അതിലിരിക്കും. ഇങ്ങനെ പക്ഷി കിതച്ചുകൊണ്ട് ദിനം പ്രതി എന്ത് ചെയ്യാൻ തുടങ്ങി? യാത്ര ചെയ്യാൻ പറ്റാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए ആകെ ബഡ്ജാത്തെ, എന്നാൽ അവൻ്റെ ബന്ധുമിത്രാദികളും അവൻ്റെ സുഹൃത്തുക്കളും ഒക്കെ അവനേക്കാൾ മുന്നേ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല, അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, എന്ത് വാങ്ങിക്കുന്നില്ല, തുവലുകൾ കൊടുത്തിട്ട് ചിതൽ വാങ്ങിക്കഴിക്കാൻ അവരാരും വരുന്നില്ല. ആര് മാത്രമാണ് ചെയ്യുന്നത്? ഈ യുവാവായ പക്ഷി മാത്രമാണ് പറഞ്ഞത് കേൾക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ മറ്റു പക്ഷികളെല്ലാം, സുഹൃത്തുക്കളും അതിൻ്റെ ബന്ധുമിത്രാദികളും എല്ലാം വളരെ ഉയരത്തിൽ ഇങ്ങനെ പറന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. വാ ബഹോത്ത് പിച്ചട് ജാത്ത, അവൻ വളരെ പിറകോട്ട് നീങ്ങാൻ തുടങ്ങി. മറ്റവരൊക്കെ വളരെ ഉയരത്തിൽ ദൂരേക്ക് എത്തുമ്പോൾ ഇവൻ വളരെ പതുക്കെയാണ് എത്തുന്നത്, അവരൊപ്പം എത്താൻ പറ്റുന്നില്ല. ഫിർ ബി ദീമക് ഖാനെ കാ ഉസ്കാ ഷൗക
കം നഹീ ഹുവ. എന്നാലും ചിതലുകൾ തിന്നുക എന്നുള്ള അതിൻ്റെ ആ ഒരു സ്വഭാവമുണ്ടല്ലോ, ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ചിതലുകൾ തിന്നണം എന്നുള്ളതിൻ്റെ ആ ഒരു ഷൗക്ക്, താല്പര്യം കം നഹീ ഹുവ, അവന് കുറഞ്ഞതേ ഇല്ല. ദീമകോം കേലിയെ, ചിതലുകൾക്ക് വേണ്ടി ഗാഡി വാലേക്കോ വാ അപ്പനെ പങ്ക് തോട് തോടുക്കാർ ദേതാരഹ, ചിതലുകൾക്ക് വേണ്ടി കാളവണ്ടിക്കാരന് അവൻ ദിനം പ്രതി എന്ത് ചെയ്യാൻ തുടങ്ങി? തൻ്റെ തൂവലുകൾ ഓരോന്നായി പൊട്ടിച്ചു എടുത്തിട്ട് ആ തോടുക്കാർ ദേതാരഹാന്ന് അത് പൊട്ടിച്ചെടുത്ത് അവന് കൊടുത്തുകൊണ്ടേ ഇരുന്നു. ഇങ്ങനെ ദിനം പ്രതി അവൻ്റെ ചിതലുകൾ കൊടുത്തിട്ട് തുവലുകൾ കൊടുത്തിട്ട് ചിതലുകൾ വാങ്ങിക്കൊണ്ടേയിരുന്നു. ഇപ്പൊ പക്ഷിയുടെ അവസ്ഥ ഇതാണ്. ഓക്കെ, ധന്യവാദ്.